രാവിലെ തന്നെ സുന്ദരി സുന്ദരന്മാരായിട്ട് ഞങ്ങൾ ഇതെങ്ങോട്ടാ പോവാൻ റെഡിയായി നിൽക്കുന്നതെന്നല്ലേ. ഞങ്ങൾ ഇന്ന് ബസ്സിലാണ് യാത്ര കേട്ടോ. എപ്പോഴും നമ്മൾ കാറിലും വണ്ടിയിലൊക്കെ പോകുന്നതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് ഞങ്ങൾ ബസ്സിൽ പോവാണ് കേട്ടോ. ഞാനും അമ്മയും ഈ 4 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ബസ് പോകുന്നത് കേട്ടോ. എപ്പോഴും ഞങ്ങൾ ഏട്ടൻ്റെ കൂടെയാണ് എവിടെ പോകാനുണ്ടെങ്കിൽ പോകാം കേട്ടോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ഞങ്ങൾക്ക് അമ്മേൻ്റെ നാട്ടിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, പയ്യോളിയിൽ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ പുതിയാപ്പ വരെ ഞങ്ങൾക്ക് ബസ് പോകേണ്ടിവന്നു. അവിടുന്ന് അങ്ങോട്ട് ഏട്ടൻ്റെ കസിൻ സിസ്റ്റർ, അതായത് അമ്മൻ്റെ ചേച്ചീൻ്റെ മോളെ കൂടെ ഞങ്ങളിതാ പയ്യോളിക്ക് പോവാണ്. അപ്പോൾ എന്തായാലും പുതിയാപ്പ വരെ ബസ്സിലാണ് കേട്ടോ വന്നത്. എന്തായാലും ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ ബസ് യാത്ര. കാരണം ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് ബസ്സിൽ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ കാറ് കയറി ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങളെല്ലാവരും ചോദിച്ചാൽ അമ്മൻ്റെ ചേച്ചീൻ്റെ മോളും അമ്മയും ഞാനും ഭരത് മോനും കൂടി ഇതാ പയ്യോളി എത്തിട്ടോ. അങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ വീട്ടിലെത്തിട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശന്നിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഫുഡ് കഴിക്കാൻ കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അമ്മേൻ്റെ വീട്ടിൽ കൂടെ പോകണമല്ലോ. അങ്ങനെ നേരെ ഫുഡൊക്കെ കഴിച്ച് ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ മുത്തശ്ശിയമ്മ അമ്മനെ ഭരത്തുമോനെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടോ. അവിടെ നിന്ന് ഒരു ബോളൊക്കെ ഇട്ട് ഭരത്തുമോൻ കുറേ കളിച്ചു. പിന്നെ നേരെ അമ്മേൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ബ്രദറിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾക്ക് മാമി നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടോ. ബിരിയാണീൻ്റെ മുകളിൽ നല്ല അടിപൊളി കട്ടൻ ചായയൊക്കെ കുടിച്ചപ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. കൂടെ നല്ല കടികളുണ്ടായിരുന്നേ, ബോണ്ടയും പഴംപൊരിയൊക്കെ.